എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 മകരക്കൂറുകാർക്ക് ഏഴരശനിയൊക്കെ മാറിയ കാലഘട്ടമാണ്. 7 വർഷമായിട്ട് മകരക്കൂറുകാർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളൊക്കെ മാറിയ ഒരു സമയമാണ് ഇത്. ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം എന്നിവ ചേരുന്നതാണ് മകരക്കൂറ്. മകരക്കൂറിൻ്റെ അധിപൻ ശനിയാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു വിമോചന വർഷം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ടൊക്കെ അനുഭവിച്ചു വന്ന 7.5 ശനിയുടെയൊക്കെ ദോഷം 2026 പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു. ശനി 3-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നത് ധൈര്യവും വിജയവും ഒക്കെ നൽകുന്നതാണ്. കൂടാതെ ജൂൺ മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് ഹംസയോഗം സൃഷ്ടിക്കുന്നു. ഇത് വിവാഹം, ദാമ്പത്യസുഖം, ബിസിനസ് വിജയം എന്നിവയ്ക്കൊക്കെ വളരെയധികം ഗുണകരമാണ്. ശനി 3-ാം ഭാവമായ മീനരാശിയിൽ തുടരുന്നത് ശുഭകരമാണ്. ഇത് നിങ്ങളുടെ ധൈര്യം, വീര്യം, പരാക്രമം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കും. 7.5 ശനിയൊക്കെ മാറിയതിൻ്റെ ആശ്വാസവും ലഭിക്കുന്നതാണ്. ശത്രുക്കളെയൊക്കെ ജയിക്കാനും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഇത് വളരെയധികം നല്ല സമയമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം ജൂൺ 1-ാം തീയതി വരെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ജൂൺ 2 മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് വിവാഹം, പങ്കാളിത്ത, ബിസിനസ് എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. ഉച്ചവ്യാഴം ഇവിടെ നിൽക്കുന്നത് ഒരു രാജയോഗമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഡിസംബർ 6 വരെ രാഹു 2-ാം ഭാവത്തിൽ, കേതു 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ലെ രാഹു സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിത ലാഭമൊക്കെ തരുമെങ്കിലും സംസാരത്തിലൊരു നിയന്ത്രണമൊക്കെ വേണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 8-ലെ കേതു ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധയൊക്കെ വേണമെന്നും സൂചിപ്പിക്കുന്നു. 2026 നിങ്ങളുടെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയരുന്നതാണ്. 3-ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് അസാമാന്യമായ ഊർജ്ജമൊക്കെ നൽകുന്നതാണ്. ജോലിയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. നിങ്ങളെയൊക്കെ എതിർത്തവർ തോറ്റൊക്കെ പിന്മാറുന്ന ഒരു സമയമാണ്. മാർക്കറ്റിംഗ്, സെയിൽസ്, മീഡിയ, എഴുത്ത് എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിലേക്കൊക്കെ നോക്കുന്നതിനാൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ പിന്തുണയും ലഭിക്കുന്നതാണ്. ജൂൺ 1 വരെ 6-ലെ വ്യാഴം ജോലിയിൽ ചെറിയ മത്സരങ്ങളൊക്കെ നൽകിയേക്കാം. അതായത് ജൂൺ മാസം, വർഷം തുടങ്ങി ജൂൺ മാസം വരെയൊക്കെ ജോലിയിൽ ചെറിയ മത്സരങ്ങളൊക്കെ നൽകിയേക്കാം. എന്നാൽ 3-ലെ ശനി നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്തൊക്കെ നൽകുന്നതാണ്. ബിസിനസ്സുകാർക്ക് 2026 ഒരു നല്ല വർഷം എന്ന് പറയാം. 7-ാം ഭാവത്തിൽ ഉച്ചവ്യാഴം ജൂൺ മാസത്തിലൊക്കെ വരുന്നത് പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾക്കൊക്കെ അനുകൂലമാണ്. വലിയ നിക്ഷേപകരൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ്. 3-ലെ ശനി ബിസിനസ്സൊക്കെ വികസിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. വിദേശ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്കും നല്ല ലാഭമൊക്കെ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് 2026 നല്ലൊരു വർഷമാണ്. 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അപ്രതീക്ഷിതമായ വഴികളിലൂടെയൊക്കെ പണം കൊണ്ടുവരുന്നതാണ്. ഷെയർ മാർക്കറ്റ്, ചിട്ടി എന്നിവ വഴിയൊക്കെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ രാഹു ആ കിട്ടുന്ന പൈസ ചെലവാക്കാനും പ്രേരിപ്പിക്കുന്നതാണ്. ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം 7-ൽ വരുന്നത് സാമ്പത്തികമായിട്ട് ഏറ്റവും മികച്ചതാണ്. ബിസിനസ്സിൽ നിന്നും പങ്കാളി വഴിയുമൊക്കെ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതാണ്. പുതിയ വീടൊക്കെ വാങ്ങാനോ വാഹനമൊക്കെ വാങ്ങാനോ ഈ സമയം ഉപയോഗിക്കാം, അതായത് ജൂൺ മാസത്തിന് ശേഷം. എങ്കിലും 8-ൽ കേതു നിൽക്കുന്നത് കാരണം ഇൻഷുറൻസ്, ടാക്സ് എന്നിവയൊക്കെ കൃത്യമായിട്ടൊക്കെ അടയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കും യാതൊരു കാരണവശാലും ഈ സമയത്ത് ജാമ്യം നിൽക്കരുത്. പണമൊക്കെ കടം കൊടുക്കുമ്പോൾ 2026 പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷമൊക്കെ നിറയുന്ന വർഷമാണ്. 7-ാം ഭാവത്തിലേക്കൊക്കെ വ്യാഴം വരുന്നത് ദാമ്പത്യത്തിൽ ഐക്യം കൊണ്ടുവരുന്നതാണ്. പിണങ്ങിയിരുന്ന ദമ്പതികളൊക്കെ ഒന്നിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം, വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക്
ഏറ്റവും അനുയോജ്യമായ സമയം ആണ് എന്നതാണ്. നല്ല ബന്ധങ്ങളൊക്കെ വരാനും വിവാഹം നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എങ്കിലും രണ്ടിൽ രാഹു നിൽക്കുന്നത് കാരണം കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കാതിരിക്കുക. ഡിസംബറിന് ശേഷം രാഹു 1ലേക്കും കേതു 7ലേക്കും ഒക്കെ മാറുന്നതോടെ ദാമ്പത്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ വേണ്ടി വരുന്നതാണ്. 7ര ശനിയൊക്കെ അവസാനിക്കുന്നതോടെ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ലൊരു ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദമൊക്കെ കുറയുന്നതാണ്. 3ൽ ശനി നിൽക്കുന്നത് ശാരീരിക ബലമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. വ്യായാമമൊക്കെ ചെയ്യാനും ആരോഗ്യം ശ്രദ്ധിക്കാനുമൊക്കെ നിങ്ങൾക്ക് താല്പര്യവും കൂടുന്ന ഒരു സമയമാണ്. എങ്കിലും 8ാം ഭാവത്തിലെ കേതു കാരണം ചിലപ്പോൾ എന്ത് രോഗമാണ് എന്ന് രോഗനിർണയം നടത്താൻ ചില പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ സൃഷ്ടിച്ചേക്കാം. അലർജികളൊക്കെ ഉണ്ടാകാം. 2ലെ രാഹു പല്ല്, കണ്ണ്, തൊണ്ട എന്നിവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നൽകാം. ഭക്ഷണ കാര്യത്തിൽ 2026 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒക്ടോബർ 31 ശേഷം വ്യാഴം 8ാം ഭാവത്തിലേക്ക് മാറും. അങ്ങനെ രാശി മാറുമ്പോൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ ചെക്കപ്പുകളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇതൊരു മികച്ച വർഷമാണ്. 3ൽ ശനി നിൽക്കുന്നത് കഠിനാധ്വാനമൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും സാധിക്കുന്നതാണ്. ജൂൺ 1 വരെ 6ൽ വ്യാഴം നിൽക്കുന്നത് പരീക്ഷകളിലൊക്കെ വിജയം നൽകുന്നതാണ്. ജൂണിന് ശേഷം വ്യാഴം ഉച്ചത്തിലേക്കൊക്കെ പോകുന്നത് വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് 8ൽ കേതു നിൽക്കുന്നത് ആഴത്തിലുള്ള ഒരു അറിവൊക്കെ നൽകുന്നതാണ്. ഇനി എന്തൊക്കെ ദോഷപരിഹാരങ്ങളാണ് 2026 നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ ദോഷങ്ങൾ കുറയ്ക്കാനും ശനിയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹമൊക്കെ വർദ്ധിപ്പിക്കാനും എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനി ഇപ്പോൾ അനുകൂലമാണ്. ഈ അനുഗ്രഹം നിലനിർത്തുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും നല്ലതാണ്. തൊഴിലാളികളെയൊക്കെ സഹായിക്കുന്നതും ഗുണം ചെയ്യും. രാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ, സംസാരദോഷം മാറാനും കുടുംബ സമാധാനത്തിനുമൊക്കെ വേണ്ടി ദുർഗാദേവിയെ ഭജിക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. വ്യാഴപ്രീതിയൊക്കെ വരുത്തുന്നതിന് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുക. കേതുവിൻ്റെ പ്രീതി നേടുന്നതിന് ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സഹായിക്കുന്നതാണ്. 2026 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുക. വിവാഹമൊക്കെ കഴിയാത്തവരാണെങ്കിൽ വിവാഹത്തിനൊക്കെ ശ്രമിക്കുക. പണം സമ്പാദിക്കാനും നിക്ഷേപിക്കാനും ഒക്കെ ഈ സമയം ഉപയോഗിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളോടൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കണം. ആരോഗ്യകാര്യങ്ങളെ യാതൊരു കാരണവശാലും അവഗണിക്കുകയും ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളാണ് 2026 ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.